മഹാഭാരതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക അർജുനൻ അല്ലെങ്കിൽ കർണൻ. ഈ കഥാപാത്രങ്ങൾക്ക് ശേഷമാകാം നാം മറ്റു പലരെ പറ്റിയും വർണ്ണിക്കുന്നത്. യുദ്ധ നേട്ടങ്ങൾ കൊണ്ടും ധനുർവിദ്യകളിലെ പ്രാവീണ്യം കൊണ്ടും സ്വഭാവ സവിശേഷതകൾ കൊണ്ടും ഇരു കഥാപാത്രങ്ങളും ജനഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നവരാണ്. എങ്കിലും ഈ കഥാപാത്രങ്ങളോടൊപ്പം നാം ഏറെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന മറ്റൊരു മഹാരഥനാണ് ഭീമസേനൻ. പലപ്പോഴും നാം മറ്റു കഥാപാത്രങ്ങളെപ്പറ്റി കൂടുതലായി വർണ്ണിക്കുമ്പോൾ മറന്നുപോകുന്ന ഒന്നുണ്ട്. ധൃതരാഷ്ട്രരുടെ 100 പുത്രന്മാരെയും കാലപുരിക്കയച്ച ഒരേയൊരു മഹാരഥനെ മഹാഭാരതത്തിലുള്ളൂ. അത് ഭീമസേനൻ മാത്രമാണ്. അതിനാൽ ആരുടെയും ഒരു പിൻബലവുമില്ലാതെ യുദ്ധനേട്ടം കൈവരിച്ച ഈ മഹാരഥനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്. വീഡിയോ മുഴുവനായും ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഏവർക്കും ഏൻഷ്യന്റ് സ്റ്റോറീസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. കുന്തിക്ക് വായുദേവന്റെ വരപ്രസാദമായി ജനിച്ച പുത്രനാണ് ഭീമസേനൻ. കുട്ടിക്കാലം വനത്തിൽ ചിലവഴിച്ചതിനാൽ തൻ്റെ കായിക ബലം മറ്റുള്ള രാജകുമാരന്മാരെക്കാട്ടിലും 10 മടങ്ങ് വർദ്ധിപ്പിക്കുവാൻ ഭീമനെ കൊണ്ട് സാധിച്ചിരുന്നു. തിരികെ ഹസ്തിനപുരിയിൽ എത്തിയപ്പോഴും തൻ്റേതായൊരു സ്ഥാനം നേടിയെടുക്കാൻ ഭീമൻ എന്നും പരിശ്രമിച്ചിരുന്നു. അത് പിന്നീട് കുരുപാണ്ഡവ ശത്രുതകളിലേക്ക് വഴിതെളിച്ചു. ഭീമന്റെ കരുത്തും കായിക ബലവും ദുര്യോധനെ ഒട്ടും തന്നെ പ്രീതിപ്പെടുത്തിയിരുന്നില്ല. ദുര്യോധൻ എന്നും ഭീമനെ തൻ്റെ ഒരു എതിരാളിയായി മാത്രമാണ് കണക്കാക്കിയിരുന്നത്. എന്നാൽ ഭീമനാട്ടെ തൻ്റെ സഹോദരങ്ങളെപ്പോലെ തന്നെ കുരു സഹോദരങ്ങളെയും അളവില്ലാതെ സ്നേഹിക്കാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. പക്ഷേ അതെന്തുകൊണ്ടോ ദുര്യോധനൻ ഒരിക്കൽ പോലും മനസ്സിലാക്കിയിരുന്നില്ല. അതിനാൽ തന്നെയാണ് ഒരിക്കൽ ഭീമനെ ദുര്യോധനും സംഘവും ചേർന്ന് കാളകൂട വിഷം നൽകി അദ്ദേഹത്തെ നദിയിൽ തള്ളിയിട്ടത്. എന്നാൽ പാതാളത്തിലെത്തിയ ഭീമസേനനെ വാസുകി കണ്ടെത്തുകയും ഭീമന്റെ ഉള്ളിലെ വിഷത്തെ തിരിച്ചെടുത്ത് 10,000 മതഗജങ്ങളുടെ ശക്തി നൽകി വാസുകി അനുഗ്രഹിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ അങ്ങനെയുള്ള പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെട്ട് വായുപുത്രൻ കൂടുതൽ ശക്തിശാലിയായി മാറുകയാണ് ഉണ്ടായത്. പാണ്ഡവരിൽ ആദ്യ വിവാഹിതൻ ഭീമസേനനാണ്. ഹിഡുംബൻ എന്ന രാക്ഷസനെ വധിക്കുന്നതോടെ അനാഥയാകുന്ന ഹിഡുംബിയെ പിന്നീട് വിവാഹം കഴിക്കുകയും അതിലവർക്ക് ഘടോൽകജൻ എന്നൊരു പുത്രൻ ജനിക്കുകയും ഉണ്ടായി. തുടർന്ന് ഏവരെയും ഭയപ്പെടുത്തിയിരുന്ന ബകാസുരൻ, കിർമീരൻ, മണിമാൻ, ജടാസുരൻ എന്നിങ്ങനെയുള്ള രാക്ഷസന്മാരെയെല്ലാം കാലപുരിക്കയച്ചതും ഭീമനായിരുന്നു. വൃഗോദരം എന്നു പേരായ ഗദയാണ് ഭീമന്റേത്. മറ്റുള്ള ഗദകളെക്കാട്ടിലും വളരെ ശ്രേഷ്ഠവും ഭാരമേറിയതുമാണ് ഈ ഗദ. യൗവനാശ്വൻ എന്ന ശ്രേഷ്ഠനായിരുന്ന രാജാവ് ഉപയോഗിച്ച ഈ ഗദയെ കാലാന്തരത്തിൽ ശ്രീകൃഷ്ണന്റെ നിർദ്ദേശത്താൽ മയൻ ഭീമസേനന് നൽകിയതാണ് എന്ന് പറയപ്പെടുന്നു. ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമനാണ് ഗദായുദ്ധം ഭീമനെയും ദുര്യോധനെയും അഭ്യസിപ്പിച്ചത്. അതിനാൽ തന്നെയാണ് ഗദായുദ്ധത്തിൽ ഇരുവരും അഗ്രഗണ്യന്മാരായി മാറിയത്. എങ്കിലും ബലരാമന് ഏറെ പ്രിയം ദുര്യോധനോടായിരുന്നു. അതിനാൽ ഭീമന് കൂടി പറഞ്ഞു നൽകേണ്ട പല അഭ്യാസങ്ങളും ഭീമനെ ഒഴിച്ച് ദുര്യോധനോട് അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഭീമനാട്ടെ തൻ്റെ കഴിവും സാമർഥ്യവും കൊണ്ട് ആ ഒരു അഭ്യാസങ്ങളെല്ലാം പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഗദായുദ്ധത്തിലും ദ്വന്ദ്വയുദ്ധത്തിലും മാത്രമല്ലാതെ ധനുർവിദ്യയിലും അഗ്രഗണ്യനായിരുന്നു ഭീമൻ. തൻ്റെ പിതാവായ വായുദേവൻ നൽകിയ ഗവ്യം എന്ന വില്ലാണ് ഭീമൻ്റേത്. ദുശാസനെയും ദുര്യോധനെയും മറ്റ് കൗരവ പ്രമുഖരെയും ഒഴിച്ച് ബാക്കിയുള്ള 98 കൗരവന്മാരെയും കാലപുരിക്കയച്ചത് ഈ ഒരു ധനുസിനാലാണ്. അതിനാൽ ധനുർവിദ്യയിലും ഭീമസേനൻ അഗ്രഗണ്യനായിരുന്നു. കൂടാതെ ക്ഷത്രിയന്മാരുടെ എല്ലാം ശത്രുവായിരുന്ന ജരാസന്ധനെ ദ്വന്ദ്വയുദ്ധത്തിൽ പരാജിതനാക്കി വധിച്ചതും ഭീമനായിരുന്നു. അതീവ ശക്തിശാലിയായ ജരാസന്ധനെ വധിക്കുവാൻ അന്നോളം ഒരു യോദ്ധാവിനെ കൊണ്ടും സാധിക്കാൻ കഴിയാത്തതായിരുന്നു. അതിനാൽ തന്നെയാണ് ജരാസന്ധനോളം അല്ലെങ്കിൽ ജരാസന്ധനെക്കാട്ടിലും ശക്തിശാലിയായ ഭീമനെ ജരാസന്ധ വധത്തിനായി ശ്രീകൃഷ്ണൻ നിയോഗിക്കുന്നത്. പാഞ്ചാലിയെ സഭയിൽ വെച്ച് അപമാനിച്ചതിന് അദ്ദേഹം കൗരവരെ ഒന്നടങ്കം ഇല്ലാതാക്കുമെന്ന പ്രതിജ്ഞ ആ സഭയിൽ വെച്ച് എടുത്തിരുന്നു. അതിൽ വികർണനൊഴിച്ച് മറ്റേവരെയും ക്രൂരമായി തന്നെയാണ് അദ്ദേഹം വധിച്ചത്. എന്നാൽ വികർണൻ മാത്രമായിരുന്നു ആ സഭയിൽ വച്ച് സ്ത്രീയെ അപമാനിക്കരുതെന്നും അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടിയതും. അതിനാൽ തന്നെയാണ് ഭീമൻ വികർണനെ വധിക്കാൻ താല്പര്യപ്പെടാഞ്ഞത്. എന്നാൽ യുദ്ധമായതിനാൽ ഭീമനാൽ തന്നെയാണ് വികർണൻ വധിക്കപ്പെട്ടതും. ദ്രൗപദിയോടേറെ ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിച്ചത് ഭീമനായിരുന്നു. പാഞ്ചാലിയെ അപമാനിച്ച ദുശാസനന്റെ മാറു പിളർന്ന് അവന്റെ രക്തത്താൽ പാഞ്ചാലിയുടെ കേശം കഴുകിപ്പിച്ചതും കീചകനെ വധിച്ചതും കർണൻ അടങ്ങുന്നവരെ പരാജിതനാക്കിയവനും കല്യാണ സൗഗന്ധികം അന്വേഷിച്ചു പോയതും അങ്ങനെ ദ്രൗപദിക്ക് വേണ്ടി സർവരെയും ഇല്ലാതാക്കിയതും ഭീമൻ മാത്രമായിരുന്നു. കുട്ടിക്കാലം മുതൽക്കേ പോരാടുവാൻ ഇഷ്ടപ്പെട്ട ഭീമൻ കുരുക്ഷേത്ര യുദ്ധത്തിന് ഏതാനും നാൾ മുമ്പ് വരെ യുദ്ധത്തിനിറങ്ങുവാൻ വിമുഖനായിരുന്നു. ലക്ഷങ്ങൾ
ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്ന തിരിച്ചറിവായിരുന്നു അതിനു കാരണം. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 18-ാം നാൾ ദുര്യോധനെ വധിക്കുന്നതോടുകൂടി അവസാനിക്കുന്ന മഹാഭാരത യുദ്ധത്തിലെ പൂർണ്ണ വിജയി ഭീമസേനൻ മാത്രമാണ്. എങ്കിലും ഭീമൻ ഒരിക്കൽ പോലും താൻ മാത്രമാണ് ഈ യുദ്ധത്തിലെ നായകനെന്ന് അഹങ്കാരത്താൽ ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. പകരം തൻ്റെ പ്രതിജ്ഞ പൂർത്തീകരിച്ച് ജ്യേഷ്ഠനെ അതീവ ആദരവോടെ രാജാവായി നിയോഗിക്കുകയാണ് ഉണ്ടായത്. തുടർന്ന് ശ്രീകൃഷ്ണൻ വൈകുണ്ഠം പോകുന്നതോടുകൂടി ദ്വാപരയുഗം അവസാനിക്കുകയും അത് മനസ്സിലാക്കിയ പാണ്ഡവർ പരീക്ഷിത്തിനെ രാജഭാരം ഏൽപ്പിച്ച് യാത്രയാവുകയുമാണ് ഉണ്ടായത്. പാണ്ഡവരിൽ ആദ്യം വീഴുന്നത് ദ്രൗപദിയെങ്കിൽ അവസാനമായി ഭീമസേനനാണ് വീഴുന്നത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്രകാരമുള്ള ഭീമകഥകൾ നിങ്ങൾക്ക് ഇനിയും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.